കോൺഗ്രസിന്റെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് 2024 ഓഗസ്റ്റിനാണ്. 6 മാസത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് പിന്നെ കേട്ടു. ഇന്ന് ഒക്ടോബർ 2 ആണ്. തറക്കല്ല് പോലും ഇട്ടിട്ടില്ല യൂത്ത് കോൺഗ്രസ്. ഇന്നത്തെ പ്രൈം സ്റ്റോറി ഇതാണ്. വീട് എവിടെ യൂത്ത് കോൺഗ്രസ്? സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കൂടിയാലോചിച്ച് 30 വീടുകൾ ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയാണ്. 30 വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് കൂടാതെ അതുവരെയുള്ള സമയത്ത് 50 വീടുകളിലേക്ക് മാറുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വീട്ടു സാധനങ്ങൾ നൽകി ആ വീടുകൾ ഒരുക്കുവാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. മുഴുവൻ കുട്ടികൾക്കും അവരുടെ ഏത് വിദ്യാഭ്യാസമായാലും, അത് സ്കൂൾ വിദ്യാഭ്യാസം എന്ന പ്രാഥമിക വിദ്യാഭ്യാസം തൊട്ട് അതിനെയും മെഡിക്കൽ വിദ്യാഭ്യാസമാകട്ടെ, ഏത് വിദ്യാഭ്യാസമായാലും ആ വിദ്യാഭ്യാസത്തിന്റെ ചെലവ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഈ 3 പ്രഖ്യാപനങ്ങൾ അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുവാനായിട്ടുള്ള ശ്രമങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പിരിച്ച പണത്തിൽ കൈയിട്ട് വാരിയെന്ന ആരോപണമാണ് പിന്നെ നമ്മൾ കേട്ടത്. ഫണ്ട് പിരിവിനെ പറ്റി യൂത്ത് കോൺഗ്രസിൽ തന്നെ വാക്പോര് നടക്കുന്നു. 2 മാസത്തിൽ മിനിമം ഒരു കല്ലെങ്കിലും ഇടണ്ടേ? കല്ല് പോയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പൊടി പോലും കാണാനില്ല. നമ്മളീ സംസാരിക്കുന്ന നിമിഷം വരെ വയനാട്ടിൽ 1 ഇഞ്ച് ഭൂമി യൂത്ത് കോൺഗ്രസ് കണ്ടെത്തിയിട്ടില്ല. പാവങ്ങളുടെ പേരിൽ പിരിച്ചെടുത്ത പണം എന്തു ചെയ്തു? ആർക്കറിയാം? ചോദിക്കാനാണെങ്കിൽ ഇപ്പോൾ അധ്യക്ഷനുമില്ല.